1 മണിക്കൂർ സമയം എന്ത് റാഹത്ത്. ആ നേരത്തെ തന്നെ സർവ്വ സീരിയലും വരിക അല്ലേ? സർവ്വ സീരിയൽ നടക്കുന്ന നേരം അതാ. അവിടെ സൂറത്തുൽ ബഖറ ഓതണമെന്ന് അള്ളാഹ് പറയാ, മറ്റവൻ പറയണ എന്താ ഈ സീരിയൽ കണ്ടോന്നാ. അപ്പം നമ്മൾ എന്തെടുക്കണം നമ്മൾ തീരുമാനം. ഇതാണ് ഈ ലോകത്തിൻ്റെ അത്ഭുതം. നന്മ ഒരു ഭാഗത്തുണ്ട്, തിന്മരും. ഇതേത് തിരഞ്ഞെടുക്കുന്നു അതിനാണ് സ്വർഗം. അല്ലാതെ ആകെ ഒറ്റ ഹൈവേ ഉള്ളൂ, ഏത് റൂട്ട് പോയാലും ഒരു സ്ഥലത്തേക്ക് എത്തുള്ളെങ്കിൽ എന്ത് ടെസ്റ്റാണിത്? ഇതൊരു ടെസ്റ്റാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ആർഭാടങ്ങളെ ഹബീബ് ഇഷ്ടപ്പെട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകൾ ഒരുപാട് അലങ്കരിക്കുകയും ഒരുപാട് അതിന് ചെലവഴിക്കുകയും ചെയ്യുന്ന കാലമല്ലയോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ ഒരു അനുഭവം പറയുന്നു. ഇന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഫീ ഗദാത്ത്. നിബിതങ്ങൾ ഒരു രാവിലെ പുറപ്പെട്ടു. ഫഅഖദ്തു നംറഖതൻ ഫസതർതുഹു അലൽ ബാബ്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വാതിൽക്കൽ ഒരു വിരിയായി, വാതിലിന്റെ ഒരു മറയായി ഞാനൊരു വിരിപ്പ് അവിടെ തൂക്കി വെച്ചു. നിബിതങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിബിതങ്ങൾ അത് കണ്ടു. നേരത്തെ പറഞ്ഞ ചിത്രമുള്ള ആ വിരിപ്പല്ല, ചിത്രമില്ലാത്ത വിരിപ്പ് ചുമരിൽ ചാർന്നു നിൽക്കുന്നത് കണ്ടു. ഹബീബിന് ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മുഖം കണ്ടപ്പോൾ മനസ്സിലായി. നിബിതങ്ങളോട് ചോദിച്ചു, നബിയേ, ഞാൻ ചെയ്തത് അങ്ങക്ക് ഇഷ്ടമായില്ലയോ നബിയേ? ഹബീബായ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, നബിയേ, ഞാൻ ചെയ്ത അങ്ങക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നല്ലേ നബിയേ? ചുമരിൽ ഒരു കാർപ്പറ്റിങ് തൂക്കിയിട്ടതാണ് വിഷയം. തങ്ങൾ പറഞ്ഞു, യാ ആയിഷ, ആയിഷ, ഇന്നല്ലാഹ ലം യഅ്മുർനാ അൻ നക്സുവൽ ഹിജാറത വത്വീൻ. കല്ലും മണ്ണിനും കുപ്പായം വിട്ടുകൊടുക്കാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ ആയിഷ. അത് ധൂർത്തല്ലയോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചുമര് കല്ലുകളാണ് അല്ലെങ്കിൽ മണ്ണാണ്. മണ്ണിനും കല്ലിനും കുപ്പായം ഇട്ട് കൊടുക്കുന്നത്, വസ്ത്രമണിയിച്ചു കൊടുക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ വീടുകൾ തേക്കരുതെന്നോ വീടുകൾ അലങ്കരിച്ചു കൂടാൻ പാടില്ല എന്നല്ല. വീടുകൾ അലങ്കരിച്ചുകൂടാ എന്നല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹുവിന് ഭംഗി ഇഷ്ടമാണ്, അല്ലാഹു ഭംഗിയുള്ളവനാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വളരെ മോശമായി കണ്ടാൽ ഇത് ഇച്ചിരി ഓവറായി പോയി എന്ന് പറയുന്ന അലങ്കാരം, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്തുകാരുടെ വീടുകളിൽ അല്ലേ? തെക്കും വടക്കുള്ള കഥ പറയാറുണ്ട് ഉസ്താദന്മാരൊക്കെ. വടക്കൊക്കെ തെക്കോട്ട്, നമ്മളാട്ടൊന്നും തെക്കോട്ടൊന്നും അധികം ആൾക്കാർ സേവനത്തിന് പോവാറില്ല അല്ലേ? എറണാകുളം അവിടെ നിന്ന് അങ്ങോട്ട് ആലപ്പുഴ, അങ്ങോട്ട് കോട്ടയം, തിരുവനന്തപുരം, അങ്ങോട്ടൊക്കെ അധികം വടക്കോട്ട് നമ്മൾ ഉസ്താദന്മാരൊക്കെ വർക്ക് ചെയ്യുക. ഏത് മംഗലാപുരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയാലും ഉസ്താദ് എവിടുന്നാ? ഞാൻ വണ്ടൂരിന്നാണ്. നിങ്ങളോ? ഞാൻ കരുവാരുണ്ടിലാണ്. ഞാൻ മലപ്പുറത്താണ്. അങ്ങനെ പറയാം. സുബ്ഹാനല്ലാഹ്. അവിടത്തൊക്കെ നാഷണാലിറ്റിയും പാസ്പോർട്ടും ആയ ഉസ്താദന്മാർ വരെ ഉണ്ട്. 50-60 കൊല്ലൊക്കെ കാസർഗോഡും കണ്ണൂരൊക്കെ നിന്നിട്ടേ. മാഷാ അല്ലാഹ്. എന്തേ നമ്മളാ പറഞ്ഞത്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹുവിന്റെ ഭംഗി ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യരുത്? ആർഭാടമായി പോരും. പറഞ്ഞത് ഇങ്ങനെയാണ്. തെക്കുള്ള ആളുകളുടെ ജനറോസിറ്റി അറിയണമെങ്കിൽ ഒരു തെക്കുള്ളവരാ, ഇപ്പോഴത്തെ തെക്കുള്ള ഉസ്താദന്മാരൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഇതിനോട് ഒബ്ജക്ഷൻ പറയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പണ്ട് പറയാറുണ്ട്. അങ്ങനെ പറയാലോ. ഇപ്പം എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് തിരിച്ചു മറിച്ചു വിടുവേ. അപ്പോൾ ആലോചിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാലം എന്ത് മനുഷ്യൻ്റെ മുഖ് ഹർഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅ്വീലി. അതാണ് ഇന്നത്തെ കാലം. ഫഹിമഹു മൻ ഫഹിമ വജഹിലഹു മൻ ജഹില. അപ്പോൾ അവർ പറയും, തെക്കുന്നൊക്കെ ഒരാളെ കണ്ട് പരിചയപ്പെട്ടാൽ അങ്ങാടിയിൽ നിന്ന് ചായ മേടിച്ചിരുന്ന. അപ്പം അവർ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകില്ല. അതിലിപ്പോൾ ഒരു ഹോസ്പിറ്റൽസൊക്കെ ഇട്ട വീടായിരിക്കും. വലിയ ഏക്കറക്കണക്കിന് റബ്ബറൊക്കെ ഉണ്ടാവും. എന്നാൽ ചെറിയ വീട് അങ്ങനെ ഉണ്ടാവുക. മലപ്പുറത്ത് നിന്ന് ഒരാൾ അങ്ങാടി വെച്ച് പരിചയപ്പെട്ടവൻ വീട്ടിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകും. വീട് കണ്ടിട്ട് ഞെട്ടുന്നാണ്. മറ്റവൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് റബ്ബേ ഇത്രയൊക്കെ വേണോ? അങ്ങാടിയിൽ നിന്ന് തന്നെ ഒരു ജനറോസിറ്റി കാണിച്ചു തരാ. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാ. മലപ്പുറത്തൊക്കെ വീട് കണ്ടിട്ട് പടച്ചോനെ നിങ്ങൾ വീട് തന്നെയാണോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ വീടുകൾ അലങ്കരിക്കുന്ന സ്വഭാവം പണ്ടേ നമ്മുടെ നാടുകളിൽ ഉള്ള ഒരു സംഭവമാണ്. മോശമില്ലാത്ത ഇപ്പം വല്ലാണ്ടങ്ങ് കൂടിയിട്ടുണ്ടല്ലേ? അധികമാവരുത്. നബി തങ്ങൾക്ക് അധികമായ ആർഭാടങ്ങൾ ഇഷ്ടമല്ല എന്ന് തന്നെയാണ്.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിന്റെ അനുബന്ധമായി പറയുന്നു, സതുഫ്തഹു അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു നിങ്ങളുടെ കയ്യിലേക്ക് ഇഷ്ടം പോലെ പൈസ തരുന്നൊരു കാലം വരും. ഇഷ്ടം പോലെ പൈസ തരും. എന്നിട്ടോ ഹത്താ തുനജ്ജിദു ബുയൂതകും കമാ തുനജ്ജദുൽ കഅബ, കഅബക്ക് കുപ്പായം ഇട്ട് കൊടുക്കുന്ന പോലെ നിങ്ങളുടെ വീടുകൾക്ക് നിങ്ങൾ കുപ്പായം ഇട്ട് കൊടുക്കുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ അന്ന് കഅബയാണ് ഭയങ്കര പോർഷായിട്ട് കൊണ്ടടക്കുക, അലങ്കരിച്ചു കൊണ്ട് നടക്കൽ കഅബയാണ്. കഅബയെ നിങ്ങൾ അലങ്കരിച്ച് കഅബക്ക് സ്വർണത്തിന്റെ നൂലുകളിൽ നെയ്തെടുത്ത കുപ്പായം, കഅബക്ക് അസ്താറുകൾ, കഅബയുടെ കില്ലകൾ കൊടുക്കുന്ന പോലെ കഅബയെ അലങ്കരിക്കാൻ നിങ്ങൾ ഒരുപാട് മത്സരിക്കുന്ന പോലെ ഇനിയുള്ള കാലം ആളുകൾ വീടുകൾ അലങ്കരിക്കാൻ മത്സരിക്കുന്ന കാലം വരും. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅൻതുമുൽ യൗമ ഖൈറും മിൻ യൗമഇദിൻ, അന്ന് വരുന്ന ആളുകളെക്കാളും നിങ്ങളാണ് ഏറ്റവും ഖൈറായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അലങ്കാരം കുറവല്ലേ നിങ്ങൾക്ക്, ഇനിയൊരു കാലം വന്ന വീടൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. അങ്ങനത്തെ കാലം വരുന്നുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകളിലെ ആർഭാടങ്ങളിൽ ഇസ്രാഫുകൾ വരാതെ സൂക്ഷിക്കാൻ പരിശുദ്ധ നബി തങ്ങൾ തരുന്ന ഉപദേശമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് ഹബീബായ തങ്ങളുടെ വീടുകളിൽ നടന്ന വളരെ സരളമായ ജീവിതമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സമാധാനം കൊടുക്കണേ. വിവാഹത്തെ പറ്റി ചിന്തിക്കുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്. സ്വന്തം ഭാര്യയുടെ ദുർനടപ്പ് കാരണം, സ്വന്തം ഭർത്താവിന്റെ ദുർനടപ്പ് കാരണം വിവാഹമോചനം എനിക്ക് വേണം എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ ഹലാലായ ഭാര്യ സ്വന്തം കിടപ്പറയിൽ കിടന്നുറങ്ങിയിരിക്കെ അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യുന്ന, ചീറ്റിങ്ങും വഞ്ചനയും ചെയ്യുന്ന പുരുഷന്മാരെ പരാതി പറഞ്ഞു റബ്ബിനോട് താണുകേട് കരഞ്ഞ്, അല്ലാഹുവേ ഞാൻ കുടുങ്ങിപ്പോയല്ലോ, ഇങ്ങനത്തെ ഒരു ഭർത്താവിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന എത്രയോ നല്ല പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ്നാ وأصلح أمتنا وشبابنا وأئمتنا وعلماءنا ودعاة دينك يا رب العالمين اللهم ردنا والمسلمين إلى دينك ردا جميلا. ഈ ഉമ്മത്തിനെ നന്നാക്കി തരണേ തമ്പുരാനെ, ഈ ഉമ്മത്തിനെ നീ നന്നാക്കി തരണേ റബ്ബേ. അതുകൊണ്ട് നമ്മുടെ വീടുകൾക്കകത്തേക്ക് ഒന്നുകൂടെ കയറി ഇറങ്ങാം. സമയം ഇച്ചിരി അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, 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 നീ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ഒരു പ്രയാസമില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ദീൻ കേൾക്കാനും അറിയാനും അവസരം നൽകിയ തമ്പുരാനെ, ജീവിതത്തിൽ ഇതൊക്കെ പകർത്താൻ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും തൗഫീഖ് നൽകണേ തമ്പുരാനെ. തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബിയുടെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇഷ്തറൈതു നംറഖതൻ ഫീഹാ തസ്വാവീർ. നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരാം, വീടുകൾക്കുള്ളിലേക്ക്. ആയിഷ ബീവി പറയുന്നു, ഞാനൊരു വിരിപ്പ് വാങ്ങിച്ചു, ഒരു കാർപ്പറ്റ് വാങ്ങിച്ചു. അന്നത്തെ കാർപ്പറ്റുകൾ ചുമരിൽ തൂക്കി നിൽക്കുന്ന കാർപ്പറ്റുകളാണ് കേട്ടോ. ഇഷ്തറൈതു നംറഖ, നമാരിഖിന്റെ മുഫ്രദ്. ഇഷ്തറൈതു നംറഖതൻ, ഞാനൊരു പുതപ്പ് വാങ്ങിച്ചു, ഒരു വിരിപ്പ് വാങ്ങിച്ചു, കാർപ്പറ്റ് വാങ്ങിച്ചു. ഫീഹാ തസ്വാവീർ, ആ വിരിപ്പിൽ ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, ചില ചിത്രങ്ങൾ, ജീവികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു പുതപ്പ് ഞാൻ വാങ്ങിച്ചു, ഒരു കാർപ്പറ്റ് വാങ്ങിച്ചു. ആര് പറയുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഫദഖല അലൈഹി സ്വലാത്തു വസ്സലാം, ശാന്തിയും സമാധാനവും ഏതൊരുത്തരുടെ മേലിലാണോ അല്ലാഹു നേരാൻ പറഞ്ഞത്, ആ സമാധാനത്തിന്റെ ദൂതർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ഫറആഹാ, നബി തങ്ങൾ അത് കണ്ടു. ഫവഖഫ ഇൻദൽ ബാബ്, നബി തങ്ങൾ വാതിൽക്കൽ നിന്നു, വീട്ടിലേക്ക് കയറിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കയറിയില്ല, വാതിൽക്കൽ നിന്നു. ഫറഅയ്തു ഫീ വജ്ഹിഹി, ഹബീബിന്റെ മുഖം ഞാൻ വായിച്ചു നോക്കി. കറാഹ, നബിയുടെ മുഖത്തൊരു വെറുപ്പ് ഞാൻ കണ്ടു, നബിക്കത് ഇഷ്ടമായില്ല. ഉടനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഫോട്ടോ ഇഷ്ടപ്പെടുന്ന കാലാണ് ഇതിലെ, എപ്പോഴും ഫോട്ടോ എടുക്കേണ്ടതാണ്. എന്താ ചെയ്യുക, നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് യാത്രയിലോ മറ്റൊക്കെ അതെ ഒരു ഫോട്ടോ, ഞാനത് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമാവൂലേ. ഒരു ഫോട്ടോ നമ്മൾ എടുക്കലും സെൽഫി എടുക്കലും കഴിയും, പിന്നെ പോസ്റ്റ് ചെയ്യാണ് എവിടേക്കോ പറ്റുന്നിടത്തൊക്കെ. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ നിങ്ങളോട് പറയാം, പരസ്യമായിട്ട് പറയാൻ, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഒരു മനുഷ്യൻ നിന്നിട്ടൊരു വലിയൊരാഗ്രഹം പറഞ്ഞിട്ട് പറയുമ്പോൾ
അയാൾ ആഗ്രഹത്തിന് വിഷമായി പോകുമെന്ന് വിചാരിച്ച് പറയാണ്ടിരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിച്ച് ഒരഭിമാനം നടിക്കുന്നൊരു കാലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ടല്ലേ. അതൊന്നും അത്രക്ക് വേണ്ടില്ലായിരുന്നു. കുറച്ചൊക്കെ നിയന്ത്രിക്കുക, നല്ലോണം നിയന്ത്രിക്കുക. ആവശ്യങ്ങൾക്ക് ചെയ്യുക, അല്ലാത്തത് മാറ്റിവെക്കുക. മുത്തനബി തങ്ങൾക്കതൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല. റസൂലുള്ളാഹി തങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്ത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് വളരെ ഗൗരവമാണ്. വീടുകളിലൊക്കെ ഉണ്ടാവും ഭാര്യ ഭർത്താവിൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോ. ചിലരത് പണ്ടേ എടുത്ത് കീറി കളഞ്ഞിട്ടുണ്ടാവും, ഇനി ഇത് ഓർക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട്. ചിലരെന്ത് ചെയ്യും, അത് വല്ല ഫ്രെയിമാക്കി വെച്ചിട്ട് ആ മധുരമുള്ള നാളുകളെ എപ്പോഴും ഓർക്കാൻ വേണ്ടി എടുത്തു വെക്കും. അങ്ങനെ മധുരമുള്ള നാളുകളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അങ്ങനെ ആവട്ടെ. അങ്ങനെ തമാശ പറയാറുണ്ടല്ലേ, ഏത് മുസീബത്തുണ്ടാകുമ്പോൾ ഓളെ ഫോട്ടോ നോക്കുകയാണ്, നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമാണോ നിങ്ങളോട് എന്ന്. നല്ല പെണ്ണെ, ഒരു മുസീബത്ത് വരുമ്പോൾ എൻ്റെ അത്ര അല്ലല്ലോ ഈ മുസീബത്ത് എന്ന് കണ്ട് സമാധാനിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ പ്രദർശനം അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളതൊരു ഇലക്ട്രോണിക് ആൽബത്തിൽ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ആൽബം പൂട്ടി വെച്ച് നിങ്ങൾ അലമറയിൽ വെച്ചു, ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യം നമ്മൾ എടുത്ത് നോക്കേ ഒക്കെ ആവാം. പക്ഷേ പ്രദർശിപ്പിക്കേണ്ട, ഹാങ് ചെയ്യണ്ട. വാപ്പ മറ്റൊരു അവാർഡ് വാങ്ങണ ഫോട്ടോ, വാപ്പാക്ക് ഒരാൾ കഴുത്തിൽ ഇട്ട് കൊടുക്കണ ഫോട്ടോ, ഇതൊന്നും എടുത്ത് വെക്കണ്ട. എന്ത് ചെയ്യണ്ട, ചുമരിൽ ചാർത്തി വെക്കണ്ട, ആളുകൾ കാണുന്നിടത്ത് പ്രദർശിപ്പിച്ച് വെക്കരുത്. ഇത് നബി തങ്ങൾ ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ ഹബീബിന്റെ മുഖത്തൊരു വെറുപ്പ് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി മാ അദ്നബത്. നബിയേ, ഞാൻ ചെയ്ത് തെറ്റായി പോയോ നബിയേ, അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ, ഞാൻ റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നു, തൗബ ചെയ്യുന്നു. നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹിൻ നംറഖ, ആയിഷ, ഈ ജീവജാലങ്ങളുടെ ചിത്രമുള്ള ഈ കാർപ്പറ്റ് എന്തിനാണ്? അമാ അലിംതി, നീ അറിഞ്ഞില്ലയോ ആയിഷ, അന്ന സുഹാബ ഹാദിഹി തസ്വാവീർ, ഈ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ യുഅദ്ദബൂന യൗമൽ ഖിയാമah, അന്ത്യനാളിൽ അല്ലാഹു തആല അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. യുഖാലു ലഹും, അവരോട് പറയും, അല്ലാഹു പറയും അവരോട്, അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കിയതിന് നിങ്ങൾ തന്നെ ജീവൻ കൊടുക്കിൻ എന്ന് അല്ലാഹു പറയുമെന്ന് ആയിഷ നിങ്ങൾ അറിഞ്ഞില്ലേ? അലം തഅലമി, ആയിഷ നിങ്ങൾ അറിഞ്ഞില്ലയോ? അന്നൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ, ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ നൗസൂറ, ഇതുപോലെയുള്ള ചിത്രങ്ങളുള്ള വീട്ടിലേക്കും നായകളുള്ള വീട്ടിലേക്കും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ല എന്ന് നീ അറിഞ്ഞില്ലയോ ആയിഷ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തിന്റെ മലക്കുകൾ വരൂല എന്നാ പണ്ടേതോ ഒരു കഥ പറയാറുണ്ട്. വാപ്പാന്റെ ഫോട്ടോ നിരത്തി വെച്ചിട്ടുണ്ട് പൂമുഖത്ത്. ഇത് തലശ്ശേരി എന്നാ പറയല്. തലശ്ശേരിക്കാരൻ നമ്മളില്ലാത്തതുകൊണ്ട് ആ ഒരു ഒബ്ജക്ഷനേറ്റ് വരില്ല എന്ന് വിചാരിക്കുക. അല്ലാഹു ആലം. ആരോ ഒരാൾ പണ്ട് പറഞ്ഞൊരു വിറ്റാണ്. ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ അതിലൊരു ഇബറത്തുണ്ട്. അവർ തമാശയായിട്ട് പറയാണ്, കുറച്ച് നേരമൊക്കെ അവർ തമാശയൊക്കെ പറഞ്ഞൂടെ. അപ്പോൾ മലക്കുകൾ വരൂല എന്ന് മാത്രം പറഞ്ഞപ്പോഴേ, എടോ ഈ ഫോട്ടോ ഒക്കെ വെച്ച അള്ളാന്റെ മലക്ക്, വാപ്പാന്റെ ഫോട്ടോ നിരത്തി വെച്ചത്, ഇപ്പോൾ മലക്കുകൾ വരൂല എന്ന് പറഞ്ഞപ്പോൾ സ്മാർട്ടായ മോൻ പറയാ, എന്ത് മണ്ടത്തരാടോ ഈ പറയണത്? എന്തേ ചോദിച്ചു. എൻ്റെ വാപ്പാനെ പിന്നെ പിടിച്ചോണ്ടായത് ആരാ ഇവിടുന്ന്? മലക്ക് വന്നിട്ട് തന്നെയല്ലേ റൂഹിനെ പിടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് മലക്കൂടെ. അപ്പം റഹ്മത്തിൻ്റെ മലക്ക് വരൂലാന്ന്. അസ്രായിൽ അലൈഹിസ്സലാം എന്നാലും വരും, എവിടെയാണെങ്കിലും പിടിക്കും അല്ലേ? എവിടെയാണെങ്കിലും പിടിക്കും. മഹാനായൊരു പണ്ഡിതനെ, ആ പണ്ഡിതനെതിരെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഒരാളുടെ റൂഹ് ടോയ്ലറ്റിൽ പോയി പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ വരും. ആക്സസ് മലക്കുകൾക്ക് അവിടെ ഉണ്ട്. അല്ലേ? ഉണ്ട്. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല ആയിഷ. അപ്പോൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് എടുത്തു മാറ്റി വെക്കണം. എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കണ്ട. എടുത്തിട്ട് ഇവിടെ അലമാരിയിൽ വെച്ചോ, എടുത്തു നോക്കിയോ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്? പ്രദർശിപ്പിക്കരുത്. ചിത്രങ്ങൾ, ജീവജാലങ്ങളുടെ ജീവനുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കല്ലേ. വരകൾ നമുക്ക് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയുടെ ഭാര്യയെ ആയിഷ ബീവിയെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഇതുപോലെയുള്ള തിന്മകൾ നടക്കേണ്ടതിന് പകരം നന്മകളാണല്ലോ വേണ്ടത്. മക്കളുടെ കല്യാണം ശരിയാവാൻ ഇന്ന് ഒരു ഉപ്പ വളരെ വിഷമത്തിൽ, വിവാഹമോചിതയായൊരു പെണ്ണ്, ഹിഫ്ള് പഠിച്ച പെണ്ണാണ്, നല്ല സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നല്ലൊരു വാപ്പയുടെ മോൾ, കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഭർത്താവിന് ഇവൾ ഖുർആൻ പഠിക്കണ ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, അഹ്മഖീങ്ങൾ എല്ലാ കൗമിലും ഉണ്ടാവുമല്ലോ. അവനത് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ ആ പെണ്ണിൻ്റെ ദീനീ പഠനം ഇഷ്ടമല്ലാത്ത, അവൾ ഹിജാബ് ധരിച്ച് നടക്കുമ്പോൾ ഈ തലയിൽ തട്ടുന്നുണ്ട,
നീ മറക്കണ്ട, എൻ്റെ കൂടെ വരുമ്പോൾ ഹാഫ് കൈക്കിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിവാഹമോചനമായി ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനെ ഇണയായി കിട്ടണം എന്നാഗ്രഹിച്ചിരിക്കുന്ന നല്ലൊരു വാപ്പയും നല്ലൊരു ഉമ്മയും അവരുടെ ഹാഫിളത്തായ ഖുർആൻ പഠിച്ച ഒരു നല്ല മോളും. അള്ളാഹു ഒരു പരീക്ഷണത്തിലാണ് ആ കുടുംബത്തെ വെച്ചിട്ടുള്ളത്. അള്ളാഹു ഇന്ന് ആ പെണ്ണിൻ്റെ ഉപ്പ എന്നുമായി സംസാരിച്ചു. ഇന്ന് ഒരു വൈകിട്ട് 5-6 മണിക്ക് സമയത്ത് ഫോണിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്ന് വേദന പോകുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവേ, ആ കുട്ടിക്കും അതുപോലെ വിവാഹമോചിതയായിട്ടോ അല്ലാതെയോ ഒരു വിവാഹത്തിന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അള്ളാഹുവേ യോജിച്ച പുതിയാപ്പിളമാരെ നീ കൊടുക്കണേ തമ്പുരാനെ, യോജിച്ച ബന്ധങ്ങൾ നീ കൊടുക്കണേ റബ്ബേ. അതേപോലെ വിവാഹമോചിതരായി ഭാര്യയുടെ പല വിഷയങ്ങളിലും ഭാര്യ മരിച്ചുപോയിട്ടോ അല്ലാതെയോ വിവാഹമോചിതരായി പുനർവിവാഹത്തിന് ചിന്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, അള്ളാഹുവേ 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 അവർക്കൊക്കെ യോജിച്ച ഇണകളെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് 10 ദിവസത്തെ ലീവിന് വന്നിട്ട് സ്വന്തം ഭാര്യയെ വേർപിരിയേണ്ടി വന്നു, സ്വന്തം അനുജന്റെ ഫിത്തന കൊണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. ജ്യേഷ്ഠന് അഞ്ചം കാണിച്ചു കൊടുക്കൂല, എങ്ങനെയുണ്ട്? എന്നിട്ട് ആ ജ്യേഷ്ഠനായ സുഹൃത്ത് വളരെ വിഷമത്തോടുകൂടെ ഈ സദസ്സിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണണം എന്നാഗ്രഹിച്ചിട്ട് എവിടെയോ ഏതോ കോളേജ് കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചെറിയ കുഞ്ഞിനാക്കിയിരിക്കുകയാണ്. എവിടെയെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അതിൻ്റെ വിഷമത്തിൽ തൻ്റെ കുഞ്ഞുമായി വേർപിരിഞ്ഞ് ഭാര്യയെ തൊലാക്ക് ചൊല്ലേണ്ടി വന്നു. ഫിത്തന ഉണ്ടാക്കിയിട്ട്, ഭാര്യയെ ഫിത്തന ഉണ്ടാക്കിയതല്ല, സ്വന്തം വീട്ടിലുള്ള സ്വന്തം ചോരയിൽ പിറന്നവൻ. അള്ളാഹു ആ ഫിത്തന ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരന് അള്ളാഹു ചാല ഒന്നുകിൽ നല്ല ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു ചാല നല്ല ബോധം നൽകട്ടെ. ഇല്ലെങ്കിൽ അവൻ്റെ ഫിത്തനയിൽ നിന്ന് വീട്ടുകാരും നാട്ടുകാരും ഈ ഉമ്മത്തിലെ ഒരുപാട് ആലിമീങ്ങൾ ഉസ്താദുമാർ അവരൊക്കെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. അവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കുഞ്ഞിനെ ആ ഉപ്പാക്ക് കാണാനുള്ള അവസരം വളരെ പെട്ടെന്ന് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിളിച്ച് ദുആ ചെയ്യുകയാണ്. നിങ്ങളിലൊക്കെ ദുആഇന് ഉത്തരമുള്ള നല്ല മനുഷ്യന്മാർ ഇരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ദുആഇനെ ഖബൂലാക്കി തരട്ടെ.